Hi, welcome back to our revision class. Our consolidation class is started. Now, we have 3 lessons for our annual exam. That is 17, 18 and 19. We have 3 lessons for our annual exam. Very easy and interesting lessons. So, we have to study very briefly now. We can discuss very briefly now. Okay, all of you ready? The first one is 17th lesson on an adventure trip. നമ്മളിത് ലൈവ് ക്ലാസ്സിൽ ഏറെക്കുറെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നമ്മളെല്ലാവരും വളരെ ആങ്ഷൈറ്റി ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ലെസൺ ആണിത്, അഡ്വഞ്ചർ ട്രിപ്പ്. എല്ലാവരും അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് അഡ്വഞ്ചർ അല്ലേ. വാട്ട് ഈസ് ആൻ അഡ്വഞ്ചർ? സാഹസം. മലയാളത്തിൽ അതിനെ സാഹസം എന്നാണ് പറയുക. എന്താണ്? എനി ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ്സ് റിസ്ക്, ഡേഞ്ചർ ഓർ അൺയൂഷ്വൽ എക്സ്പീരിയൻസസ് ഈസ് കാൾഡ് ആൻ അഡ്വഞ്ചർ. എന്തെങ്കിലും അസാധാരണമാംവിധം, സാധാരണത്തേതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും റിസ്ക്കോ അതുപോലെ മറ്റെന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അൺയൂഷ്വൽ തിങ്സോ എന്തിലെങ്കിലും നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അഡ്വഞ്ചർ എന്ന് പറയുക. അഡ്വഞ്ചർ ആയിട്ടുള്ള ധാരാളം ആക്ടിവിറ്റീസ് നമ്മുടെ ഈ വേൾഡിലുണ്ട്. അതിൽ ചിലതൊക്കെ അവിടെ പറയുന്നത് നോക്കൂ. എ പേഴ്സൺ ഹു അണ്ടർടേക്ക് ആൻ അഡ്വഞ്ചർ ഈസ് കാൾഡ് ആൻ അഡ്വഞ്ചറർ. Adventure sports such as bungee jumping, scuba diving, paragliding, river rafting, hot air ballooning, rock climbing, parasailing, hang gliding, snorkeling, skiing, skydiving and surfing have become very popular these days. ഇങ്ങനെ നമുക്ക് അറിയാത്തതും നമ്മൾ അറിയുന്നതും കണ്ടതും നമ്മൾ വീഡിയോയിലൊക്കെ വാച്ച് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഇന്ന് നിലവിലുണ്ട്. അതിൽ പങ്കെടുക്കുന്നവരും ഉണ്ട്, അത് വാച്ച് അത് കാണാൻ ഇഷ്ടമുള്ളവരും ധാരാളം ഉണ്ട്. ഇനി അതുപോലെ അതിൽ വരുന്ന അഡ്വഞ്ചർ ട്രിപ്പിൽ വരുന്ന 2 കാര്യങ്ങളാണ് ട്രക്കിംഗ് ആൻഡ് മൗണ്ടനിയറിങ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ട്രക്കിംഗ് ആൻഡ് മൗണ്ടനിയറിങ്. രണ്ടും എന്താണ്? ക്ലൈംബിംഗ് ദ ഹില്ലി ഏരിയാസ്. രണ്ടും കുന്ന് കയറുന്നതിനാണ് ഇത് രണ്ടും പറയാം അല്ലേ. കുന്ന് കയറി പോണേന് ട്രക്കിങ്ങും മൗണ്ടനിയറിങ്ങും രണ്ടും അതാണ്. മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ ക്ലൈംബിംഗ് മൗണ്ടെയിൻ, ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ചെറിയ കുന്നും നമ്മൾ കയറാത്ത പാറേൻ്റെ മുകളിലേക്കൊക്കെ ഏറ്റവും മുകൾ ഭാഗത്തേക്കൊക്കെ കയറി പോകുന്നതിനാണ് ട്രക്കിംഗ് എന്ന് പറയുക. ചിലപ്പോൾ സാഹസം പിടിച്ചതായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, അങ്ങനത്തെ കേട്ടോ. നോക്കൂ, mountains are huge land masses that risk more than 900 meters above the sea level. കടലിൻ്റെ ലെവലിൽ നിന്ന് 900 meters ഒക്കെ മുകളിലേക്ക് ഉള്ളതാണ് ഈ മൗണ്ടനിയറിംഗ് എന്ന് പറയുന്നത്, മൗണ്ടെയിൻസ്. Some of them have very steep slopes. The conical or pointed top of mountain is called the peak. ഇങ്ങനെ കൊണീക്കലായിട്ട് ഇങ്ങനെയുള്ള ഈ ഷേപ്പിലുള്ളതിൻ്റെ ഏറ്റവും പീക്ക് മൊമെൻറ്റ്, പീക്കായിട്ടുള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം, അവിടേക്ക് എത്തും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞങ്ങൾ BEd പഠിക്കുന്ന സമയത്ത് വയനാട് എടക്കൽ ഗുഹ ഉണ്ട്, അതുപോലെ സൂചിപ്പാറ, ഈ 2 സംഗതികൾ അവിടെ ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേര് ഞങ്ങൾ ടൂറ് പോയതാണ്. അപ്പം അങ്ങനെ പോയി. പക്ഷേ കുറച്ച് പകുതി എത്തിയപ്പോഴേക്ക് എനിക്കൊന്നും കയറാൻ പറ്റാതെ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കലായി കുറച്ച് പേര്. പക്ഷേ കുറച്ച് ഗേൾസും ബോയ്സും സാറുമാരും ഒക്കെ മുകളിലേക്ക് കയറി എന്നല്ല, ഭയങ്കര എത്രയോ മണിക്കൂറുകൾ എടുത്തു അങ്ങോട്ട് കയറാം. ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട് ഇവർ കയറി പോണതൊക്കെ. കുറച്ച് മാറി ഒരു പാറേൻ്റെ അവിടെ, വിസ്താരത്തിലുള്ള ഒരു പാറേൻ്റെ അവിടെ ഞങ്ങൾ ഇരിക്കുകയാണ്. പക്ഷെ ഇവർ കയറി പോണതൊക്കെ ഞങ്ങൾക്ക് കാണുന്നുണ്ട്. എന്നിട്ട് ഒരു റെഡ് ഫ്ലാഗ് കൈ പിടിച്ചിരുന്നു ഇവർ. അതെന്തിനാ വെച്ചാൽ ഏറ്റവും മുകളിൽ പോയിട്ട് ആ ടോപ്പിൽ ഇത് കുത്തിവെക്കാൻ, അവിടെ കയറി എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആ ട്രക്കിങ് ഇഷ്ടമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ, അത് ഒന്ന് ഇനിയിപ്പോൾ അതുവരെ ചെയ്യാത്തവരും നമുക്കതൊരു ലൈഫിലൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ ചെയ്യും. അങ്ങനെ കയറിപ്പോയി. പക്ഷേ ഇറങ്ങാൻ നേരത്തേക്ക് ഒരു കുട്ടി തളർന്നു പോയി. എന്നിട്ട് പിന്നെ അതിനെ താഴത്തേക്ക് ഇങ്ങനെ ഏറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. എന്താ സംഭവിക്കാമെന്ന് നമുക്ക് പറയാനൊന്നും പറ്റുമൊന്നുമില്ല. പക്ഷേ some of them taking risk if they have interesting. Then the Himalayas and the Karakoram mountain ranges are in the northern part of India. These are also called the northern mountains. പിന്നെ ഹിമാലയ, ദ ബോർഡർ ബിറ്റ്വീൻ നേപ്പാൾ ആൻഡ് ടിബറ്റ്. നേപ്പാളിലും ടിബറ്റിൻ്റെയും ബോർഡറിലായിട്ടാണ് പിന്നെ ഹിമാലയ ഒക്കെ ഉള്ളത് അല്ലേ. ഹിമാലയത്തിൻ്റെ ദ മൗണ്ട് എവറസ്റ്റ് ഇൻ ഹിമാലയ ഉണ്ടോ, മൗണ്ട് എവറസ്റ്റ് ഒക്കെ ഉള്ളത് നേപ്പാളിലാണ്. അത് ഇതിൻ്റെ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ മറ്റേ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കറക്റ്റ് പിക്ചറും കാര്യങ്ങളെല്ലാം കിട്ടും.
അതെങ്ങനെയാണ് അവിടേക്കുള്ള ട്രക്കിംഗ്, എങ്ങനെയാണ് അവിടേക്ക് കയറി പോകുന്ന ഒരു വീഡിയോസ്, അങ്ങനെയെല്ലാം നമുക്ക് ഇപ്പോൾ ഇതിലൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. ആൻഡ് ദ മൗണ്ട് എവറസ്റ്റ് ഈസ് 8,848 meters above the sea level and it is the highest mountain peak in the world. എവറസ്റ്റ് ആണ് ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയിൻ ആയിട്ടുള്ളത് ഇൻ ദ വേൾഡ്. ആൻഡ് മൗണ്ടനിയറിംഗ് എക്സ്പെഡീഷൻ, ക്ലൈംബിംഗ് മൗണ്ടെയിൻ ഈസ് കാൾഡ് മൗണ്ടനിയറിംഗ് അല്ലേ. മൗണ്ടെയിൻ ക്ലൈംബ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മൗണ്ടനിയറിംഗ്. ദോസ് ഹു ക്ലൈംബ് മൗണ്ടൻസ് ഫോർ അഡ്വഞ്ചർ ആർ കാൾഡ് മൗണ്ടനീസ്. When a mountaineer reaches the top of a peak, we say he has or scaled the peak. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, രണ്ട് പോയിന്റ്സ് ആണ്. ടെൻസിംഗ് നോർഗെ ആൻഡ് എഡ്മണ്ട് ഹിലരി were the first to climb Mount Everest. They did so in 1953. 1953 എഡ്മണ്ട് ഹിലരി ആൻഡ് ടെൻസിംഗ് നോർഗെ ആണ് ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയത്, എവറസ്റ്റിന്റെ മുകളിലേക്ക് കയറിപ്പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പലരും കയറിയിട്ടുണ്ട്. ഇപ്പം അതൊരു ടൂർ പോലെയുണ്ട്. ഹിമാലയത്തിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ടൂർ പോലെയാണ്. ട്രക്കിങ്ങും മൗണ്ടനിയറിങ്ങും അതൊന്നൊരു പ്രശ്നമേ അല്ല ഇപ്പോൾ ആളുകൾക്ക്. ഇപ്പോൾ യൂത്തന്മാരൊക്കെ അല്ലേ, പലരും ട്രക്കിങ്ങും മൗണ്ടനിയറിങ്ങും ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പോൾ അവരൊക്കെ പോകുന്നുണ്ട്. അവിടേക്ക് മേലേക്ക് എത്തുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് കയറി പോവാൻ. മൗണ്ടനീസ് നീഡ് ടു ബി ഫിസിക്കലി ആൻഡ് മെന്റലി സ്ട്രോങ് ടു അണ്ടർടേക്ക് എക്സ്പെഡീഷൻ. ആദ്യം അതിന് വേണ്ടത് എന്താണെന്ന് അറിയാം? ഈ ട്രക്കിങ്ങിനും മൗണ്ടനിയറിങ്ങിനും ഒക്കെ ആദ്യം വേണ്ടത് നമ്മുടെ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമുക്കൊരു ഫിറ്റ്നസ് ഉണ്ടാവണം. സ്ട്രോങ് ടു അണ്ടർടേക്ക് എക്സ്പെഡീഷൻ, നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. അത് പെട്ടെന്ന് തന്നെ കയറിപ്പോരുക, അല്ലെങ്കിൽ അസുഖമുള്ളവർ അല്ലെങ്കിൽ ടെൻഷൻ ഉള്ളവർ അങ്ങനത്തെവർക്കൊന്നും അത് പറ്റൂല. വളരെ ഫ്രീ ആയിട്ട് ഫ്രാങ്ക് ആയിട്ട് എന്തും നേരിടാൻ തയ്യാറുള്ള അത്തരത്തിലുള്ള സ്ട്രോങ് മെൻറ്റാലിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ അപ്പുറത്തെ പേജ് നോക്കൂ, 104 അഡ്വഞ്ചർ സ്പോർട്സ്. അതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതൊക്കെ ഒന്ന് പിക്ചറൊക്കെ ഒന്ന് നോക്കിയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. റോക്ക് ക്ലൈംബിങ്, സ്കൈ ഡൈവിങ്, സ്നോർക്കലിംഗ്, സ്കീയിങ്, പാരാസെയിലിംഗ് അല്ലേ, സർഫിങ് എല്ലാം ഉണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്ത് ട്രെയിനിങ് ഫോർ മൗണ്ടനിയറിങ്. ആൾട്ടിറ്റ്യൂഡ്, ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്. ഇനി നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ മൗണ്ടനിയറിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് ആദ്യം ഒരു ചെറിയ ട്രെയിനിങ് പോലെ കിട്ടണം. കാരണം ഇതിൽ എന്തൊക്കെ വാട്ട് ആർ ദ പ്രോബ്ലംസ് വി ആർ ഗോയിങ് ടു ഫേസ് അറ്റ് ദാറ്റ് ടൈം. എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ദ ഓക്സിജൻ ഇൻ ദ എയർ ഡിക്രീസസ് ആസ് വി ഗോ ഹയർ ഓഫ് എ മൗണ്ടെയിൻ. സോ ബ്രീത്തിങ് ഗെറ്റ്സ് മോർ ആൻഡ് മോർ ഡിഫിക്കൽട്ട് ടു വൺ ക്ലൈംബ് ഹയർ. മേലേക്ക് കയറുന്തോറും ബ്രീത്തിങ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. So we have to take oxygen with ourselves. നമ്മുടെ കൂടെ ഓക്സിജൻ നമ്മൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടും. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് വെരി ലോ അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൻഡ് ദർ ഈസ് ഓൾസോ ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഓൾ ദീസ് ഫാക്ടേഴ്സ് മൗണ്ടനിയറിംഗ് ചലഞ്ചിങ്. ദീസ് ആർ ദ ചലഞ്ചിങ് ഓഫ് മൗണ്ടനീസ്. മൗണ്ടനീസ് ചില കാര്യങ്ങൾ ചലഞ്ച് ചെയ്യുന്ന, ദാഹം കുറേ അങ്ങോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് ബോഡിയൊക്കെ ആകെ വീക്കാവുക, ഷുഗർ കുറയുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെൻ്റലി ഫിസിക്കലി കണ്ടീഷൻ എല്ലാം ഓക്കെ ആയിരിക്കണം, ഫിറ്റ് ആയിരിക്കണം. ഓക്സിജൻ കിട്ടാതെ വരിക, വെള്ളത്തിന് ദാഹിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മളെ ബാഗിലോ എന്തിലെങ്കിലും ഒക്കെ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ ഒരുപാട് വെയിറ്റ് ഒക്കെ താങ്ങിയിട്ട് നമുക്ക് ആ ക്ലൈംബിങ് ട്രക്കിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതൊക്കെ നമ്മളൊന്ന് ആ ചലഞ്ചിങ് ഒക്കെ ഏറ്റെടുക്കണം. സോ ഇറ്റ് ഇസ് നെസസറി ടു അണ്ടർഗോ ട്രെയിനിങ് ബിഫോർ ഗോയിങ് ഓൺ എ മൗണ്ടനിയറിംഗ് എക്സ്പെഡീഷൻ. ഇൻ അവർ കൺട്രി മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സച്ച് ആസ് ദ ഹിമാലയൻ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ ഡാർജിലിംഗ് and the Nehru Institute of Mountaineering in Uttarakashi provide training to aspiring mountaineers. അണ്ടാ അത്തരത്തിലുള്ള മൗണ്ടനീഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മെൻ്റലി ഒക്കെ ഫിറ്റ് ആയിരിക്കും. പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർക്ക് നല്ലൊരു ഐഡിയ കൊടുത്തിരിക്കും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം വാച്ച് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഓക്കെ ആയതിനു ശേഷം മാത്രമേ അവർ അതിന് തയ്യാറാവുള്ളൂ. Then Bajendri Pal was the first Indian woman to climb Mount Everest. ഇന്ത്യയിലെ സ്ത്രീകളിൽ ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത് ബജേന്ദ്രി പാൽ എന്ന് പറഞ്ഞ വനിതയാണ്. After her graduation, she joined the Nehru Institute of Mountaineering to train as a high altitude mountaineer. In 1984, she was selected as a member of 4th Indian expedition to Mount Everest. On 23 May 1984, she reached the world's highest peak. അവരങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ചലഞ്ചിങ് ഉള്ളത് കൊണ്ട് അവരവിടെ എത്തിച്ചേർന്നു. ദെൻ ദ സ്കൈ.
We see the sun in the morning in the sky. We see the moon and numerous stars at the sky. All the objects that we see sky are called heavenly bodies. ആകാശത്ത് കാണുന്ന എല്ലാ സംഗതികളെയും നമ്മൾ ഹെവൻലി ബോഡീസ് എന്നാണ് പറയുക. അതിൽ തന്നെ സണ്ണും മൂണും സ്റ്റാറും അതൊക്കെ നമുക്ക് കോമൺ ആണ്. വി ഓൾ നോ ദാറ്റ്. ബട്ട് വി ഡോണ്ട് നോ more about the satellite and artificial satellites, etc. So our earth is also the heavenly body. It is a planet, and it is a blue planet or watery planet. The sun is a star and the earth goes around it. The earth is also called the watery planet, and it looked blue due to the presence of water. Then artificial satellites. So there are so many artificial satellites. Artificial satellites are, the first artificial satellite are Sputnik 1, 1957. Then second one, Aryabhatta, 1975. Bhaskara, Rohini and Apple. Then Mangalyaan, Indian's first Mars orbiter. These are the artificial satellites we are launching. Then what are the uses of satellites? Then before that, some human are in the space. Were in the space. ചില മനുഷ്യന്മാർ സ്പേസിൽ പോയതുണ്ട്. അവരുടെ പേരൊക്കെ ഒന്ന് നോക്കാം. യൂറി ഗഗാറിൻ, ദ ഫസ്റ്റ് മാൻ ടു സ്റ്റെപ്പ് അപ്പ് ഇൻ ദ മൂൺ. ഫസ്റ്റ് കാലുകുത്തിയത് യൂറി ഗഗാറിനാണ്. ദെൻ വാലന്റീന തെരഷ്കോവ, രാകേഷ് ശർമ്മ, നീൽ ആംസ്ട്രോങ്, കൽപ്പന ചൗള, സുനിത വില്യംസ്, ഇവരൊക്കെ സ്പേസിൽ പോയ ആളുകളാണ്. ദീസ് ആർ ദ ഹ്യൂമൻ ബീയിങ്സ് ടു സ്റ്റെപ്പ് അപ്പ് ഇൻ ദ മൂൺ. Then what are the uses of artificial satellites? There are different types of artificial satellites. They help in many ways. Artificial satellite കൊണ്ട് ധാരാളം യൂസസ് ഉണ്ട്. First one, communication satellite help to send messages from one country to another. ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് മെസ്സേജസ് പാസ് ചെയ്യാൻ സാറ്റലൈറ്റ് യൂസ് ചെയ്യും. Then they send signals for radio and TV program and telephone mobile calls. Then weather satellite take picture of clouds movement and help in weather forecasting. They also give us early warning of cyclone and other natural disasters. സൈക്ലോണോ മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാൺ ചെയ്യാനായിട്ട് ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അങ്ങനെ കുറച്ചായിട്ട് ഒരു മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് സാധിക്കും. That's all about this lesson. So in a nutshell, നമ്മൾ പേജ് നമ്പർ 108 നോക്കൂ. നട്ട്ഷെൽ എന്ന് പറയുന്ന അതിൽ ഈ ലെസണിൻ്റെ ഒരു ബ്രീഫായിട്ട് ചുരുക്ക രൂപം നമുക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാവും പോയിന്റ് ആയിട്ട്. അത് നമുക്കൊന്ന് നോക്കാം എന്താണ്. അഡ്വഞ്ചർ ഈസ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ് റിസ്ക്, ഡേഞ്ചർ ആൻഡ് അൺയൂഷ്വൽ എക്സ്പീരിയൻസസ്. മൗണ്ടനേഴ്സ് ഗെറ്റ് ട്രെയിൻഡ് ബിഫോർ ദേ ഗോ ഓൺ മൗണ്ടനിയറിംഗ് എക്സ്പെഡിഷൻ. Bajendri Pal was the first Indian woman to reach the peak of Mount Everest. There are many kinds of heavenly bodies in space that we know. Rakesh Sharma was the first Indian and Kalpana Chawla was the first woman of Indian origin to travel to space. ഈ നട്ട്ഷെല്ലിലുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിരിക്കും. ഡാഷ് ക്വസ്റ്റിന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അങ്ങനെ മൾട്ടിപ്പിൾ ചോയ്സിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നട്ട്ഷെല്ലിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് യു മസ്റ്റ് റീഡ് ദിസ് നട്ട്ഷെൽ. ഓക്കെ, then we can take the next lesson. Our rich heritage. Our rich heritage. Rich heritage means these are the about the historical monuments, historical events. First one, monuments. What are monuments? Monuments are special important building built by famous people in the past. We remember those people by the monuments they left behind. അവരിവിടെ അവശേഷിപ്പിച്ച് പോയ ഈ മോണുമെന്റ്സ് കാണുമ്പോഴാണ് നമുക്ക് ആ വ്യക്തികളെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്, അല്ലേ? ഇന്ത്യൻ ചരിത്രത്തിലൊക്കെ ധാരാളം ആളുകളെ കുറിച്ച്, ഫേമസ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് അവരിന്ന് ജീവിച്ചിരിപ്പില്ല, അവർക്ക് പകരം അവരുടെ സ്മാരകങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. അതാണ് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് എന്ന് പറയുന്നത്. ആ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ് വളരെ കോസ്റ്റ്ലി ആണ്. അന്നത്തെ കാലത്ത് രാജാക്കന്മാരൊക്കെ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കൊട്ടാരങ്ങളും മറ്റ് ടെമ്പിളുകളും ഫോർട്ടുകളും എല്ലാം ആണ് ഈ മോണുമെന്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അത്തരത്തിലുള്ള മോണുമെന്റ്സ് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. യെല്ലോ സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ, റെഡ് സ്റ്റോൺ, വൈറ്റ് സ്റ്റോൺ, അങ്ങനെയുള്ള
വെണ്ണക്കല്ല്, മാർബിൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെയാണ് അതിൻ്റെ വാളും അതിൻ്റെ ഫ്ലോറും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇയേഴ്സ് ആൻഡ് ദ പൊല്യൂഷൻ ഡാമേജ് ദ മോണുമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇയേഴ്സ്, വർഷങ്ങൾ കഴിഞ്ഞാലും അതുപോലെ പൊല്യൂഷനും ഡാമേജ് ദ മോണുമെന്റ്സ്. അതിലെ എക്സാമ്പിൾ ആണ് റെഡ് ഫോർട്ട്, താജ്മഹൽ, ഷോർ ടെമ്പിൾ മാമല്ലപുരം, ദെൻ പഞ്ചരത്താസ്, ഗോൾഡൻ ഫോർട്ട് ജയ്സൽമർ, പട്വൻ ki ഹവേലി ജയ്സൽമർ, വിക്ടോറിയ മെമ്മോറിയൽ കൊൽക്കത്ത എക്സെട്രാ ആർ ദ റിച്ച് ഹെറിറ്റേജ്, അവർ ഇന്ത്യൻ റിച്ച് ഹെറിറ്റേജ്. അതിൽ നമുക്കുള്ളത് ഇനി അതിൽ പഠിക്കാനുള്ളത് നോക്കൂ. മോണുമെന്റ്സ് വേൾഡ് ഹെറിറ്റേജ് ഐഡന്റിഫൈഡ് ബൈ ആൻഡ് അപ്രൂവ്ഡ് ബൈ യുനെസ്കോ. വാട്ട് ഈസ് യുനെസ്കോ? ഇറ്റ് ഈസ് ദ യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതൊരു ഓർഗനൈസേഷനാണ്, വലിയൊരു സംഘടനയാണ് യുനെസ്കോ. അതാണ് നമ്മുടെ വേൾഡ് ഹെറിറ്റേജിന്റെ സൈറ്റിനെ അംഗീകരിച്ചിട്ടുള്ളത് കേട്ടോ. The World Heritage Site the World Heritage Site is a place that is specially important to the entire world. നമ്മുടെ ഇന്ത്യയിലുള്ളതാണെങ്കിൽ പോലും ഇന്ത്യയിൽ മാത്രമല്ല ഇത് ഫേമസ് ആയിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫേമസ് ഇൻ ദ എൻറ്റയർ വേൾഡ്, ദ കംപ്ലീറ്റ് വേൾഡ്. എല്ലാവർക്കും അറിയാം ഇത് ഇന്ത്യയിലുണ്ട് എന്ന്. ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ മറ്റ് വിദേശികളുടെയൊക്കെ മെമ്മറിയിൽ വരുന്നത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മോണുമെന്റ്സുകളാണ് കാര്യമായിട്ടും കേട്ടോ. Red Fort is in Delhi, Taj Mahal is in Agra, and Shore Temple is in Mamallapuram. Pancharathas is in Mamallapuram, Golden Fort Jaisalmer, Patwan ki Haveli Jaisalmer, Victoria Memorial Kolkata. These are the important monuments in India. Adile nutshell nokku. Monuments are the building of historical importance. They tell us about the society and the culture of the time and place in which they were built. The Red Fort is in Delhi. It is built of red sandstone. Red sandstone. It is built with the red sandstone. The Taj Mahal was built by the Emperor Shah Jahan in Agra. It is the memory of his wife Mumtaz Mahal. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഹിസ്റ്ററിയിലൊക്കെ. The Sanchi Stupa, the pillars of Ashoka, the Pancharathas and Mamallapuram and the remains of Nalanda University are some other famous monuments in India. The Shore Temple, the Pancharathas and the Cave Temple are in Mamallapuram. The Patwan ki Haveli and the Golden Fort are in Jaisalmer. They are built with yellow sandstone. The Victoria Memorial is in Kolkata. Monuments tell us about the society, religious belief, culture and occupation of the people in the past. And last one, we should take care of our heritage and preserve our monuments. നമ്മൾ ഇത് പോയി കണ്ടാൽ മാത്രം പോരാ, നമ്മളത് എന്താ പറയുക, കേടുവരാതെ സൂക്ഷിക്കാനുള്ള, അത് സംരക്ഷിക്കാനുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏവർക്കും വേണം. പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വലിച്ചെറിയുക, തുപ്പിയിട്ട് പോരുക, എഴുതി വെക്കുക, അങ്ങനെയൊന്നും നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അവിടെയൊക്കെ ടൂറിസ്റ്റുകൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടും. അവിടെയൊക്കെ എപ്പോഴും വൃത്തിയാക്കാനൊക്കെ ആളുകളുണ്ട്, എങ്കിലും അത് കണ്ണു വെട്ടിച്ചിട്ട് ഇപ്പോഴും ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. And then last one, growing food. Last lesson, growing food. This is about agriculture, and there are two methods for agriculture. One is traditional method and the next one is the modern techniques or modern methods. And in the cultivation of fields, when the traditional method, there are only a few machines are used. They had a plow and plank pulled by oxen, a spade and some other this type sickle type knives they are using. But now in the modern methods, there is only using machines. No need of more people to work in the field. So the farmers numbers are reduced. After the land was level, the seeds sown manually. A water wheel was used to irrigate the crops. Manure and kitchen waste were used as fertilizer in the previous traditional methods.
After the crop ripened, it was harvested with a sickle. Then the harvest was threshed and winnowed. This entire process required a lot of labor. But now it is very few labors only needed. Then new seeds. Now we are using new seeds. That is called HYV. HYV means high yielding variety of seeds. High yielding variety of seeds. That is HYV. But for this high yielding variety of seeds, there is so many water is needed. The irrigation methods, that is very challenging. We often have to draw water from the underground for use, since water flow from the higher level to lower level. It becomes difficult to take out water. So in the olden days, farmers used water wheel, and now tube well and canal irrigation they are using. Then fertilizers and pesticides. HYV seeds also require large amount of fertilizers. So instead of manure, chemical fertilizers are used. These seeds are also attacked by insects. So pesticides and insecticides are used to control the pest and insects. Then new machines, a tractor, steel rake, tube well, seed drill, etc. they are used in the field, and a combine harvester also used. Overuse of natural uses. By using the HYV seeds, the more usage of water. That is why the underground water is decreasing. So the problem of water crisis arising. And so this has resulted the lowering of the groundwater table and scarcity of water. Means water crisis they are facing at that time. And at last, different dishes from grains. As we know that in many parts of India, the same grain is used to make different dishes. For example, rice can be made into fried rice, biryani, pulao, kheer, and so many other dishes. But in Assam, West Bengal and Odisha, rice is ground into flour and some other things they are preparing. And in different area, different dishes we are preparing. So with one grain, so many dishes we can prepare. And in nutshell, plowing, leveling, weeding, sowing, irrigating and harvesting was done by hand or using simple tools in the past. So in the traditional methods, so many labors, animals and simple tools only used. HYV seeds, tube well and canal irrigation, chemical fertilizers, insecticides and pesticides are resulted in increasing the crop production. The overuse of water has lowered the groundwater table, and we make many dishes using the same grain. അത്രയാണ് ഇപ്പോൾ നമുക്കിതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ആദ്യമേ എടുത്തതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ അതിൻ്റെ നോട്ട്സും ഇതിൻ്റെ ബാക്കിലുള്ള എക്സസൈസും നട്ട്ഷെല്ലിലുള്ള കുറച്ച് സെൻറ്റൻസുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് EVSൻ്റെ എക്സാം എഴുതാം. ഓക്കെ, ഇനി എന്തെങ്കിലും വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിക്കാം. ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, സിമ്പിളായതേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. പക്ഷേ നിങ്ങളൊന്നും ചെയ്യാതെ പരീക്ഷ എഴുതാൻ വരരുത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിൻ്റെ ബാക്ക് സൈഡിൽ എക്സസൈസ്, നട്ട്ഷെല്ല് വായിക്കുക, നോട്ട്ബുക്ക് വായിക്കുക. There is only 3 lessons for our exam. So all the best. Thank you.